തെരുവിൽ രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയിലൂടെ പോകുന്ന പ്രവാചകൻ മൂസാ നബി വിഷയത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും ഒരാളുടെ കരണത്തിൽ അടി കൊടുക്കുകയും ചെയ്തു. അടി കൊണ്ടത് മർമ്മത്തിലായതിനാൽ തത്സമയം അയാൾ മരിച്ചു വീഴുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അവർ തമ്മിൽ നടക്കുന്നത് ഒരു ഗോത്ര തർക്കമായിരുന്നെന്നും മരിച്ചു വീണത് രാജാവിൻ്റെ ഗോത്രക്കാരനായ ഖിബ്തി വംശക്കാരനാണെന്നും ഇവിടെ ബാക്കിയുള്ളത് തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു ഇസ്രായേലി വംശജനാണെന്നൊക്കെ പിന്നെയാണ് അറിയുന്നത്. പ്രവാചകൻ മൂസാ നബിയും അവിടെ ബാക്കിയുള്ള ഇസ്രായേലിയും പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട്. കൊല്ലപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ നാട്ടിലാകെ പരക്കുന്നുണ്ട്. ആരോ ഒരാൾ നമ്മുടെ ഖിബ്തി വംശജനായ മനുഷ്യനെ കൊന്നു തള്ളിയിരിക്കുന്നെന്ന്. വാർത്ത രാജാവായ ഫറോവയുടെ കൊട്ടാരത്തിലെത്തി. രാജാവ് കൊലയാളിയെ അന്വേഷിച്ച് സൈനികരെ പറഞ്ഞു വെച്ചു. അങ്ങനെ നാട്ടിൽ മുഴുവനും കൊലയാളിയെ അന്വേഷിച്ച് നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ വഴിയിലൂടെ പോയപ്പോൾ അവിടെ വീണ്ടും രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിലൊരാൾ ഇന്നലെ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന അതേ ഇസ്രായേലിയാണ്, മറ്റൊരാൾ ഖിബ്തി വംശജനാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഉപദ്രവിക്കാനാണ് വരുന്നത് എന്ന് പേടിച്ചിട്ട് ആ ഇസ്രായേലിയായ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നലെ ഒരാളെ കൊന്നത് നിനക്ക് മതിയായിട്ടില്ല അല്ലേ? ഇന്ന് എന്നെ കൊല്ലാൻ കൂടെയാണല്ലോ ഇനി വരുന്നത്. ആ ഇസ്രായേലിയുമായിട്ട് തർക്കത്തിലേർപ്പെട്ടിരുന്ന ഖിബ്തി ഈ വാർത്ത കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ സഹോദരനെ കൊന്നിട്ടുള്ളത് മൂസയാണ്, ഇസ്രായേലി വംശജനായ മൂസയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിലായി ഇനി രംഗം അത്ര നല്ലതല്ല. പ്രവാചകൻ എത്രയും പെട്ടെന്ന് നാട് വിട്ടുപോവുകയാണ്. തന്നിൽ നിന്ന് സംഭവിച്ചു പോയ അപരാധത്തിന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് നടന്ന് ലക്ഷ്യമില്ലാത്ത യാത്രയിൽ തളർന്നുകൊണ്ട് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേസമയം മൂസാ നബിയുടെ നാട്ടിൽ പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് ഫറോവയുടെ സൈനികർ എല്ലാ മുക്കുമൂലയും അരിച്ചു പൊറുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ വിശ്രമിക്കുന്ന മരത്തിനടുത്ത് ഒരു കിണറുണ്ട്. അവിടെ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരായ ആളുകൾ വലിയ ക്യൂ നിൽക്കുകയാണ്. പാത്രങ്ങൾ കൊണ്ടുവന്ന് വെള്ളം നിറച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പ്രവാചകൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിസരം കൃത്യമായിട്ട് നിരീക്ഷിച്ചപ്പോൾ കുറച്ച് അകലെയായിട്ട് രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തും വെള്ളമെടുക്കാൻ പാത്രമുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകളുടെ തിരക്കൊഴിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളം എടുക്കാൻ പോകാത്തത്? അവർ പറഞ്ഞു, അവിടെയുള്ള ആളുകളുടെ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളമെടുത്ത് വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ സമയം ഒരുപാട് വൈകാറുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തായിട്ട് ഒരു കിണർ കൂടെ കാണുന്നുണ്ട്. പക്ഷേ ആ കിണറിൻ്റെ വായ്ഭാഗം ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞു കിടക്കുകയാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്ന് ആ പാറ എടുത്ത് നീക്കുകയും ആ പെൺകുട്ടികൾക്ക് ആവശ്യമായ വെള്ളം എടുത്തു കൊടുക്കുകയും ചെയ്തു. അവർ ഒന്നും ചോദിക്കാൻ നിന്നില്ല, സന്തോഷത്തോടെ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പതിവിന് വിപരീതമായിട്ട് നേരത്തെ വീട്ടിലെത്തിയ മക്കളോട് ഉപ്പ അന്വേഷിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് നേരത്തെ വരാൻ കഴിഞ്ഞത്? ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളിന്ന് വെള്ളമെടുക്കുന്ന സ്ഥലത്ത് ഒരു യുവാവിനെ കണ്ടു. അദ്ദേഹം ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു കിണറിൽ നിന്ന് പാറ നീക്കിയിട്ട് വെള്ളം എടുത്ത് തന്നതുകൊണ്ട് ഞങ്ങൾക്കിന്ന് കൂടുതൽ ക്യൂ നിൽക്കാനും കാത്തു നിൽക്കേണ്ടിയൊന്നും വന്നില്ല, പെട്ടെന്ന് പോരാൻ സാധിച്ചു. ഇത് കേട്ട പിതാവ് തൻ്റെ മകളോട് പറഞ്ഞു, നീ ആ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണം, നിൻ്റെ ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മകൾ ചെന്നിട്ട് ആ യുവാവിൻ്റെ അടുത്ത് ചെല്ലുകയും പ്രവാചകൻ മൂസാ നബിയോട് അദ്ദേഹത്തെ തൻ്റെ പിതാവ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ പ്രവാചകനോട് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഈ ഉപ്പ ചോദിച്ചറിയുന്നുണ്ട്. ആ സമയത്ത് നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് ഈ ഉപ്പ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരികയാണെന്ന്. പക്ഷേ മഹറായി കൊടുക്കാൻ ഒന്നും തന്നെ പ്രവാചകൻ മൂസാ നബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സമയത്ത് മഹറായിട്ട് ആ പിതാവ് നിശ്ചയിക്കുന്നത് 10 വർഷക്കാലം തൻ്റെ വീട്ടിലെ ആടുകളെ പരിപാലിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ആട്ടിടയനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആടുകളും ആ വീട്ടിലുണ്ട്.
പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള 10 വർഷക്കാലം എനിക്ക് വീട്ടിൽ കഴിയാമെന്നും ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ അല്ലാഹു തആല എനിക്ക് ഒരുക്കി തന്നതാണെന്നും പ്രവാചകന് ബോധ്യപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞ് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിലേക്ക് പോകുന്ന ഒരു ചരിത്രമുണ്ട്. ആ വിശാലമായ യാത്രയിലാണ് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂരി സീനാ പർവ്വതത്തിൽ വെച്ച് തൗറാത്ത് എന്ന കിതാബ് ലഭിക്കുന്നതും തൻ്റെ കയ്യിലുള്ള വടി താഴെയിട്ടാൽ പാമ്പാകുന്ന മുഅ്ജിസത്തൊക്കെ അല്ലാഹു തആല പ്രവാചകന് കൊടുക്കുന്നത്. അത് ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ടാണ് അല്ലാഹു തആല പ്രവാചകൻ മൂസാ നബിയെ ഏൽപ്പിക്കുന്നത്. വിശാലമാണ് പ്രവാചകൻ മൂസാ നബിയുടെ പ്രബോധനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം.